സംസ്ഥാനത്ത് പുതിയൊരു വിവാദം വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. സംസ്ഥാനത്തെ ബാറുകളുടെ പ്രവർത്തന സമയം നീട്ടി സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കിയ വാർത്ത വന്നിരുന്നു. പ്രവൃത്തി സമയം രാവിലെ 10 മുതൽ രാത്രി 12 വരെയാണ് നിശ്ചയിച്ചിരുന്നത്. ഈ നിർണായക തീരുമാനം മന്ത്രിസഭയെ അറിയാതെ എന്ന വിവരമാണ് ഇന്ന് വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത്. വാർത്തകൾ വൻ വിവാദമായപ്പോൾ മറുപടിയുമായി മന്ത്രി എം ബി രാജേഷ് തന്നെ രംഗത്തു വന്നു. ബാർ സമയം ദീർഘിപ്പിച്ചു എന്നത് തെറ്റായ വാർത്തയാണ് എന്നതാണ് അദ്ദേഹം പറയുന്നത്. സമയം യഥാർത്ഥത്തിൽ ഏകീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്ന് മന്ത്രി പറയുന്നു. മാത്രവുമല്ല, പ്രതിപക്ഷത്തിന് എല്ലാം അറിയാമായിരുന്നു എന്നാണ് മന്ത്രി പറഞ്ഞത്. എല്ലാം പ്രതിപക്ഷം അറിഞ്ഞാണോ നടന്നത് എന്നതാണ് അറിയേണ്ട കാര്യം. പ്രതിപക്ഷ നേതാവ് അല്പം മുമ്പ് മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങളൊക്കെ നിഷേധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വിശദമായി ആ കാര്യങ്ങൾ പരിശോധിക്കാം. എന്താണ് ബാറുകളുടെ പ്രവൃത്തി സമയവുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനത്തിൽ നടന്നത് എന്നതാണ് ആദ്യം നമ്മൾ പരിശോധിക്കുന്നത്. പ്രവൃത്തി സമയം രാവിലെ 10 മുതൽ രാത്രി 12 വരെയാണ് നീട്ടിക്കൊണ്ടുള്ളതാണ് പുതിയ തീരുമാനം. 2 മണിക്കൂർ അധിക പ്രവൃത്തി സമയം കിട്ടും എന്നതാണ് ഈ തീരുമാനത്തിലൂടെ ഉണ്ടായിട്ടുള്ളത്. നിലവിലിത് രാവിലെ 11 മുതൽ രാത്രി 11 വരെയാണ് ഉള്ളത്. 5 സ്റ്റാർ ബാറുകൾക്ക് പുലർച്ചെ 3 മണിവരെ പ്രവർത്തിക്കാനുള്ളൊരു സാഹചര്യവും കൂടി പുതിയ ഉത്തരവ് പ്രകാരം ഉണ്ടാകും. നിലവിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ ബാറുകൾക്ക് രാത്രി 12 വരെ പ്രവർത്തിക്കാൻ അനുമതി നൽകിയിരുന്നു. അതേസമയം അതിന് സമീപ പ്രദേശത്തുള്ള ബാറുകൾക്ക് ഇത് ബാധകമായിരുന്നില്ല. ഇതിൽ ബാറുടമകൾ പ്രതിഷേധം അറിയിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് എല്ലാ ബാറുകളുടെയും പ്രവർത്തന സമയം നീട്ടാൻ സർക്കാർ തീരുമാനിച്ചത്. സമയം കൂട്ടുന്നതിന്റെ ന്യായീകരണങ്ങൾ എന്താണ് എന്ന് നോക്കിയാൽ, അല്ലെങ്കിൽ അതുകൊണ്ട് ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്താണ് എന്ന് നോക്കിയാൽ, മദ്യവിൽപ്പന ഉയരാനുള്ളൊരു സാഹചര്യം ഈ 2 മണിക്കൂർ അധികം കിട്ടുമ്പോൾ ഉണ്ടാകും. അതിലൂടെ വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയും എന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ടൂറിസം മേഖലയ്ക്ക് ഗുണം ചെയ്യും എന്നതാണ് മറ്റൊരു സാഹചര്യം. നൈറ്റ് ലൈഫിന് ഇത് വലിയ രീതിയിലുള്ളൊരു പ്രോത്സാഹനം സൃഷ്ടിക്കുകയും ചെയ്യും. നമുക്കറിയാം, ടൂറിസം നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത് ചൂണ്ടിക്കാട്ടിയാണ് ഇതിനു മുൻപും പ്രവൃത്തി സമയത്തിൽ ഇളവുകളൊക്കെ നൽകിയിരുന്നത്. അപ്പോൾ അതേ കാരണങ്ങൾ തന്നെയാണ് ഇതിനും ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ ഇതിന് കുറെ ദോഷവശങ്ങൾ ഉണ്ട് എന്നതാണ് ഇതിനെ എതിർക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാര്യം. അതിലൊന്ന് മദ്യ ഉപയോഗം കൂടും എന്നതാണ്. മദ്യവർജന ശ്രമങ്ങൾ ഇപ്പോൾ നടന്നു വരുന്നതിന് വലിയ തിരിച്ചടിയായിരിക്കും സർക്കാർ ഈ രീതിയിൽ ബാറുകൾക്ക് സമയം കൂട്ടിക്കൊടുക്കുന്ന നടപടി സൃഷ്ടിക്കുക എന്നതാണ് ഇതിനെ എതിർക്കുന്നവർ പറയുന്നത്. ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. രാത്രി ഏറെ വൈകിയും ബാറുകൾ തുറന്നിരുന്നാൽ അവിടെ നിന്ന് മദ്യപിച്ചിറങ്ങുന്നവർ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയും സാഹചര്യവും കൂടും എന്ന് പറയുന്നു. അത് വലിയ രീതിയിലുള്ള സുരക്ഷാ പ്രശ്നങ്ങളിലേക്കൊക്കെ കാര്യങ്ങളെ എത്തിക്കും എന്നതാണ് എതിർക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ ഇത് എപ്പോഴും ഈ രീതിയിൽ മദ്യവിരുദ്ധരും മദ്യം ഉപയോഗിക്കുന്നവരും തമ്മിൽ എപ്പോഴും വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾക്കിട നൽകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ മറ്റു ചില വിവാദങ്ങൾ കൂടി ഉയരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, ഈ തീരുമാനം മന്ത്രിസഭ അറിയാതെയാണ് എടുത്തിട്ടുള്ളത് എന്നതാണ്. മന്ത്രിസഭയെ അറിയാതെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഇത്തരം ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവാദം. സമയമാറ്റത്തിലെ നിർണായക തീരുമാനം മന്ത്രിസഭയെ അറിയാതെയാണോ എടുത്തിട്ടുള്ളത്? മുഖ്യമന്ത്രി നേരിട്ട് വിഷയത്തിൽ തീരുമാനമെടുക്കുകയായിരുന്നു എന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. LDF യോഗത്തിൽ വിഷയം ചർച്ച ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രി ഫയൽ വിളിച്ചു വരുത്തിയതോടെയാണ് സംസ്ഥാനത്തെ ബാർ ഉടമകളുടെ തന്നെ ഏറെക്കാലത്തെ ആവശ്യമായ പ്രവർത്തന സമയം നീട്ടാനുള്ള തീരുമാനം വളരെ വേഗത്തിലുണ്ടായിരിക്കുന്നത് എന്നതാണ് മനസ്സിലാകുന്നത്. 2025 ഒക്ടോബർ മാസത്തിൽ ബാർ ഉടമകളുടെ ദീർഘകാലമായുള്ള ആവശ്യം ഫയലായി നീക്കം തുടങ്ങിയിരുന്നു. പക്ഷേ അത് ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ജനുവരി 29-ന് എക്സൈസ് മന്ത്രി എം ബി രാജേഷിൽ നിന്ന് മുഖ്യമന്ത്രി ഫയൽ വിളിപ്പിക്കുകയായിരുന്നു. ആ ഫയൽ വിളിപ്പിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി വെറും 1 ദിവസം കൊണ്ട് അതിൽ തീരുമാനമുണ്ടായിരിക്കുന്നു എന്നതാണ് പുറത്തുവരുന്ന വിവരം. ഇതോടെ മറ്റ് നടപടികളെല്ലാം വളരെ വേഗത്തിലാവുകയായിരുന്നു. ഇന്നലെ അത് ഗസറ്റ് വിജ്ഞാപനമായി പുറത്തിറങ്ങുകയും ചെയ്തു. ഈ മുഖ്യമന്ത്രി മാത്രം അറിഞ്ഞ, അല്ലെങ്കിൽ മന്ത്രിസഭയെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടാണ് ഈ തീരുമാനം എന്ന വിവാദം വരുമ്പോൾ, അക്കാര്യങ്ങൾ ചർച്ചയാകുമ്പോൾ അതിൽ പ്രതികരണം തേടി LDF കൺവീനറുടെ പത്രത്തിൽ വാർത്ത കണ്ടാണ് ബാർ സമയം മാറ്റിയ തീരുമാനം അറിഞ്ഞതെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറയുന്നുണ്ട്. തീരുമാനത്തിൽ തെറ്റില്ല എന്ന ഒരു ന്യായീകരണം കൂടി അദ്ദേഹം വെക്കുന്നുണ്ട്. പ്രശ്നങ്ങളുണ്ടെങ്കിൽ സർക്കാർ തലത്തിൽ അത് പരിഹരിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. നയം നേരത്തെ തീരുമാനിച്ചതാണ്, പുതിയ നയത്തിന്റെ ഭാഗമൊന്നുമല്ല
ഇപ്പോൾ വന്നിട്ടുള്ള തീരുമാനം എന്നുകൂടിയാണ് ടി.പി. രാമകൃഷ്ണൻ പറയുന്നത്. ടൂറിസ്റ്റുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം മാറ്റങ്ങൾ അനിവാര്യവും ആവശ്യവുമാണ് എന്ന് ടി.പി. രാമകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. അപ്പോൾ അദ്ദേഹം ഒന്നും അറിഞ്ഞില്ല എന്നുള്ള കാര്യം വസ്തുതയാണ് എങ്കിൽ പോലും അതിനെ ന്യായീകരിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത്. മദ്യനയം നേരത്തെ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ തന്നെ കേരളത്തിൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ബാർ ഹോട്ടലുകൾക്ക് 10 മണി മുതൽ 12 മണി വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. അത് നിലവിലുള്ള നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു പൊതു നിലപാട് സ്വീകരിച്ച് കഴിഞ്ഞാൽ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ഇത് സംബന്ധമായ നിലപാട് സ്വീകരിക്കാൻ അധികാരമുണ്ട്. ഇപ്പോഴിത് ഗവൺമെൻറ് ഉത്തരവായി എന്നുള്ളത് എനിക്കറിയില്ല. പത്രങ്ങളിലൊക്കെ വാർത്ത വായിച്ചതാണ്. സാധാരണ നിലയിൽ ഇങ്ങനൊരു മാറ്റം വരുത്തുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിൻ്റെ ഏതെങ്കിലും കൂടുതൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സർക്കാർ തലത്തിൽ ആലോചിച്ച് കൂടുതൽ വിശദീകരണം ആവശ്യമാണെങ്കിൽ പറയാം. കൂടുതൽ വിശദീകരണം ആവശ്യമാണെങ്കിൽ പിന്നീട് പറയാം എന്ന് കൂടിയാണ് അദ്ദേഹം പറയുന്നത്. സമയമാറ്റത്തിൽ ദുരൂഹതയുണ്ട് എന്നും മന്ത്രിസഭയിൽ ചർച്ചയില്ലാതെയാണ് തീരുമാനമെടുത്തത് എന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഇക്കാര്യത്തിൽ വിമർശനവുമായി രംഗത്ത് വരുന്നതുകൂടി നമ്മൾ കണ്ടു. കൂടിയാലോചനകൾ ഇല്ലാതെയാണ് പല തീരുമാനങ്ങളും എടുക്കുന്നത് എന്ന നേരത്തെയുള്ള വിമർശനങ്ങൾക്കൊപ്പം ചേർത്ത് വെച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ഇക്കാര്യങ്ങളിലും വിമർശനം ഉന്നയിച്ചത്. അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി. ദുരൂഹത ആരോപിക്കപ്പെടും. അപ്പൊ അതുകൊണ്ട് വളരെ ഗൗരവതരമായി ഒരു ചർച്ചയ്ക്ക് ശേഷമായിരുന്നു ഈ തീരുമാനം എടുക്കേണ്ടത്. ദൗർഭാഗ്യവശാൽ പെട്ടെന്നാണ് ഇലക്ഷന്റെ സായാഹ്നത്തിലാണ് ഈ തീരുമാനം എടുക്കുന്നത്. അതിന് ആക്ഷേപം ഉണ്ടാവും ഉറപ്പായിട്ടും. ഈ ഏകീകരിക്കുന്ന ഒരു പ്രശ്നം വന്നിരുന്നു നേരത്തെ. പക്ഷേ ടൂറിസം കേന്ദ്രങ്ങളുടെ എണ്ണം പെട്ടെന്ന് കൂട്ടിയത് തന്നെ ഈ ബാറുകൾക്ക് ഇത് കൊടുക്കാനുമാണെന്നുള്ള ആക്ഷേപവും വന്നിരുന്നു. അത് ഗൗരവമായി പരിശോധിക്കപ്പെടണം. ആ മന്ത്രിസഭ അത് പരിശോധിക്കണം. വിശദമായ ഒരു ചർച്ചയ്ക്ക് ശേഷം ഈ 3 മണി വരെ എന്നൊക്കെയുള്ള ഒരു സമയമൊക്കെ അതിൽ പറയുന്നുണ്ട്. അത് എത്രത്തോളം ഗൗരവമായിട്ട് കാണുന്നുണ്ട്? അല്ലല്ല, അത് നമ്മൾ പരിശോധിക്കേണ്ട ഡീറ്റെയിൽസ് പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. അപ്പോ സമയം കൂട്ടിയതിൽ ഉള്ള അഭിപ്രായത്തെക്കാൾ കൂടുതലായി ഇത് മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിലാണ് പ്രതിപക്ഷ നേതാവ് ഫോക്കസ് കൊടുത്തിരിക്കുന്നത് എന്നത് നമുക്ക് ആ പ്രതികരണത്തിൽ നിന്ന് കാണാം. എന്തായാലും ക്രൈസ്തവ സഭകൾ എല്ലാ കാലത്തും ഈ പ്രവർത്തന സമയം ഉയർത്തുന്നതിനെതിരെയും മദ്യ ലഭ്യത കൂട്ടുന്നതിനെതിരെയും ഒക്കെ രംഗത്ത് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ക്രൈസ്തവ സഭ നേതൃത്വം ഇതിനെതിരെ രംഗത്ത് വന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ ബാറുകളുടെ സമയം വർദ്ധിപ്പിച്ചത് തെരഞ്ഞെടുപ്പ് ഡീലായി പൊതുസമൂഹം കണ്ടാൽ കുറ്റം പറയാനാവില്ല എന്നായിരുന്നു KCBC മദ്യവിരുദ്ധ സമിതിയുടെ പ്രതികരണം. ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനം അടിയന്തരമായി പിൻവലിക്കണമെന്നും മദ്യവിരുദ്ധ സമിതി ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലുന്നതാണ് തീരുമാനമെന്നായിരുന്നു ഓർത്തഡോക്സ് സഭയുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം. അപ്പോൾ വളരെ ശക്തമായ ഭാഷയിലാണ് ക്രൈസ്തവ സഭാ നേതൃത്വം ഇതിനെതിരെ രംഗത്ത് വരുന്നത്. 24 മണിക്കൂറും മദ്യത്തിൻ്റെ ലഭ്യത ഉറപ്പാക്കുന്നത് വഴി ഒരു തെറ്റായ സന്ദേശമാണ് കേരളത്തിലെ യുവതലമുറയ്ക്ക് സർക്കാർ നൽകുവാനായി ശ്രമിക്കുന്നത്. തീർച്ചയായും ടൂറിസത്തിൻ്റെ പേരിൽ കേരളത്തിൻ്റെ തനതായ സംസ്കാരത്തെ നശിപ്പിക്കുവാൻ ഉദ്ദേശിക്കുക എന്ന് പറയുന്നത് ലജ്ജാകരമായ കാര്യമാണ്. കേരളത്തിൻ്റെ സംസ്കാരത്തെയും അതോടൊപ്പം തന്നെ ഒരു തലമുറയെയും വിറ്റ് ഖജനാവ് വീർപ്പിക്കുവാനുള്ള സർക്കാരിൻ്റെ ശ്രമമെന്ന് പറയുന്നത് ഏറ്റവും ലജ്ജാകരമായ ഒരു കാര്യമാണ്. ബാർ മുതലാളിമാർക്ക് വേണ്ടി കേരളത്തിൻ്റെ ഒരു തലമുറയെ ബലി കൊടുക്കുക എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് നേരെ സർക്കാർ ഉയർത്തുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. അമ്മമാരുടെ കണ്ണുനീരിനേക്കാളും ബാർ മുതലാളിമാരുടെ നിവേദനങ്ങൾക്കാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നതെങ്കിൽ തീർച്ചയായും കേരളത്തിലെ പൊതുസമൂഹം അത് തിരിച്ചറിയും. കേരളത്തിലെ അമ്മമാരും സഹോദരിമാരും വേദന അനുഭവിക്കുന്ന തലമുറകളും അതോടൊപ്പം തന്നെ അടുത്ത തലമുറയുടെ ഭാവിയെപ്പറ്റി ആശങ്കയുള്ള കേരളത്തിലെ നാനാജാതി മതസ്ഥരായ ആളുകൾ, കേരളത്തെ സ്നേഹിക്കുന്ന ആളുകൾ, കേരളത്തിൻ്റെ തനത് സംസ്കാരത്തെ സ്നേഹിക്കുന്ന ആളുകൾ ഒറ്റക്കെട്ടായി ഈ കാര്യത്തിൽ പ്രതിഷേധിക്കും. യാതൊരു വിധമായ സംശയവുമില്ല. അപ്പോൾ ഒറ്റക്കെട്ടായി ഇതിനെതിരെ പ്രതിഷേധം ഉയർന്നു വരും എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എന്തായാലും ക്രൈസ്തവ സഭ വലിയ രീതിയിൽ തന്നെ ഇതിനെതിരെ രംഗത്ത് വരുന്നു. അതൊരു ഡീൽ എന്ന ഒരു ആരോപണം കൂടി അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നതാണ് നമ്മൾ കണ്ടത്. എല്ലാ കാലത്തും ഈ രീതിയിൽ സഭയുടെ ഭാഗത്തു നിന്ന് വലിയ എതിർപ്പ് ഇതുമായി ബന്ധപ്പെട്ടുള്ള സർക്കാർ നയത്തിനെതിരെ ഉണ്ടായിട്ടുള്ളതുമാണ്.
അപ്പോൾ വലിയ രീതിയിലുള്ള വിമർശനം ഇങ്ങനെ പല കോണിൽ നിന്ന് ഉയരുമ്പോൾ അതിന് മറുപടിയുമായി എക്സൈസ് വകുപ്പ് മന്ത്രി തന്നെയാണ് രംഗത്ത് വന്നത്. എം പി രാജേഷ് മാധ്യമങ്ങളെ കാണുമ്പോൾ സമീപ സംസ്ഥാനങ്ങളിലെ പ്രവർത്തന സമയം, ബാറുകളുടെ പ്രവർത്തന സമയവും കണക്കുകളും സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു ഈ ആരോപണങ്ങൾക്ക് മറുപടി നൽകിയത്. യഥാർത്ഥത്തിൽ ബാർ സമയം ദീർഘിപ്പിച്ചു എന്നത് തെറ്റായ വാർത്തയാണ് എന്ന് അദ്ദേഹം പറയുന്നു. എക്സൈസ് വകുപ്പ് മന്ത്രി ചൂണ്ടിക്കാട്ടിയ കാര്യം ഈ സമയത്തിൽ ഒരു ഏകീകരണം കൊണ്ടുവരികയാണ് ചെയ്തത്, യഥാർത്ഥത്തിൽ സമയം ദീർഘിപ്പിക്കുകയല്ല ചെയ്തത് എന്നതാണ് അദ്ദേഹം അതിന്റെ ന്യായീകരണമായി ചൂണ്ടിക്കാട്ടിയത്. ടൂറിസം സ്ഥലങ്ങളിൽ നേരത്തെ 12 മണി വരെയായിരുന്നു സമയം. അതൊരു വിവേചനമായി നിലനിൽക്കുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അത് ഏകീകരിക്കാൻ തീരുമാനിച്ചത് എന്നതാണ് മന്ത്രി ഇക്കാര്യത്തിൽ വിശദീകരിച്ചത്. ബാർ സമയം ഏകീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിന് ഈ കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നു എന്ന് കൂടി മന്ത്രി എം പി രാജേഷ് പറയുന്നു. അതിൽ എല്ലാ കാര്യങ്ങളും അദ്ദേഹം പുറത്തു പറഞ്ഞിട്ടില്ല. പക്ഷേ പ്രതിപക്ഷത്തിന് ഇത് അറിയാമായിരുന്നു, ബാക്കി അവർ പറയട്ടെ, അവർ അത് തിരുത്തുകയാണെങ്കിൽ ഞാൻ ബാക്കി കാര്യങ്ങൾ പറഞ്ഞാൽ മതിയല്ലോ എന്നതാണ് ഒരു വെല്ലുവിളിയുടെ സ്വരത്തിൽ മന്ത്രി ഇക്കാര്യത്തിൽ പറഞ്ഞത്. അനുകൂല നിലപാടാണെന്ന് പ്രതിപക്ഷം സർക്കാരിനെ അറിയിച്ചിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. രേഖാമൂലമുള്ള അറിയിപ്പായിരുന്നില്ല പക്ഷേ ആ നടന്നത് എന്നതും അദ്ദേഹം പറയുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ ചില ആശയവിനിമയം നടക്കുമല്ലോ, മാന്യത എല്ലാവരും പുലർത്തുന്നത് നല്ലതാണ്, ആ മാന്യത പുലർത്തിക്കൊണ്ടാണ് ബാക്കി കാര്യങ്ങൾ താൻ പറയാത്തത് എന്നതാണ് മന്ത്രി വിശദീകരിച്ചത്. ഒപ്പം ഗുജറാത്തിലെ മദ്യനിരോധനത്തിന്റെ അവസ്ഥ എന്താണ് എന്നത് പ്രതിപക്ഷ നേതാവ് തന്നെ തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നത് പ്രതിപക്ഷ നേതാവിനെ കോട്ട് ചെയ്തുകൊണ്ട് തന്നെ മന്ത്രി എം പി രാജേഷ് ഇന്ന് ഈ മറുപടി പറയാൻ എത്തിയപ്പോൾ വിശദീകരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം വളരെ കോൺഫിഡൻസോട് കൂടിയായിരുന്നു. ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നത് ഏത് വിമർശനങ്ങൾക്കും മറുപടി ഉണ്ട് എന്ന നിലയിലായിരുന്നു. മന്ത്രിയുടെ പ്രതികരണം കൂടി കേൾക്കാം. ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പ്രതിപക്ഷം ഇതിനെ എതിർക്കുന്നത്. നിങ്ങൾ എന്ന് പ്രതിപക്ഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങേയറ്റത്തെ ഇരട്ടത്താപ്പും കാപട്യവുമാണ്. കാരണം പ്രതിപക്ഷത്തിന് അറിയാത്ത കാര്യമല്ല ഇത്. പ്രതിപക്ഷം അനുകൂലമായ നിലപാടും അറിയിച്ചിട്ടുള്ളതാണ്. ഞങ്ങൾ അനുകൂല നിലപാട് പ്രതിപക്ഷം അറിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇനി KCBC പ്രതിപക്ഷമായിട്ട് കൂടി സംസാരിക്കട്ടെ. വിവാദമുണ്ടാക്കിയിട്ട് ഇങ്ങനൊരു തീരുമാനം എടുക്കണമെന്ന് സർക്കാർ ഉദ്ദേശിച്ചിരുന്നില്ല. അപ്പോൾ വിവാദമില്ല എന്ന സൂചന കിട്ടിയതുകൊണ്ടാണ് ആ തീരുമാനത്തിലേക്ക് പോയത്. അപ്പോൾ വിവാദമുണ്ടാക്കാൻ ഈ ഘട്ടത്തിൽ സർക്കാർ ആഗ്രഹിക്കില്ല എന്ന് നമുക്കറിയാം. പക്ഷേ അൺഒഫീഷ്യലായിട്ടുള്ള ചില ധാരണകൾ ഉണ്ടായിരുന്നു എന്നതാണ് പ്രതിപക്ഷ നേതാവിനെ ചൂണ്ടിക്കൊണ്ട് തന്നെ മന്ത്രി പറയുന്നത്. അതിനുശേഷം ഇങ്ങനെ പറയുന്നത് ഇരട്ടത്താപ്പാണ് എന്നതാണ് മന്ത്രി സൂചിപ്പിച്ചത്. എന്നാൽ പ്രതിപക്ഷ നേതാവ് അല്പസമയം മുൻപ് ഇതൊക്കെ തള്ളിക്കളയുകയാണ്. ഫോണിൽ പോലും സംസാരിച്ചിട്ടില്ല, ഒരു ആശയവിനിമയവും നടന്നിട്ടില്ല എന്നതാണ് VD സതീശൻ ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? മറ്റ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ നീങ്ങി എന്നുള്ള ആരോപണത്തിനും മന്ത്രി എം പി രാജേഷ് മറുപടി പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ വളരെ സാവധാനത്തിലാണ് ഇതിന്റെ ഫയലുകൾ നീങ്ങിയത് എന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. നേരത്തെ വളരെ വേഗത്തിൽ നടക്കുകയായിരുന്നെങ്കിൽ വളരെ വേഗത്തിൽ അത് ഇതിനു മുൻപ് തന്നെ ഈ പുതിയ സമയക്രമം നിലവിൽ വരേണ്ടതാണ് എന്നതാണ് സൂചിപ്പിക്കുന്നത്. എന്തായാലും എല്ലാ കാലത്തും മദ്യ നയങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള എതിർത്തും അനുകൂലിച്ചുകൊണ്ടുമുള്ള വലിയ സംവാദങ്ങൾ നടക്കാറുണ്ട്. അത് എപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നതാണ്. എന്നാൽ ഇതിനൊക്കെ അടിസ്ഥാനമായിട്ടുണ്ടെങ്കിലും പഠനങ്ങളോ രേഖകളോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഇല്ല എന്നത് നമുക്ക് കാണാം. മദ്യവർജനമല്ലേ സർക്കാരിന്റെ നയം എന്ന് മന്ത്രി എം പി രാജേഷിനോട് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മന്ത്രി പറയുന്നത് വർജിക്കേണ്ടവർ മദ്യം വർജിച്ചോട്ടെ എന്നതാണ് മന്ത്രി പറയുന്നത്. മദ്യത്തെ എതിർക്കുന്നവർക്ക് ബോധവൽക്കരണം നടത്താമല്ലോ എന്നൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഞങ്ങളുടെ പാർട്ടി അത് പറയുന്നുണ്ടല്ലോ എന്ന കാര്യം കൂടി പറയുന്നുണ്ട്. നിർബന്ധിച്ച് ഞങ്ങൾ ആരെയും കുടിപ്പിക്കുന്നില്ലല്ലോ, വേണ്ടുന്നവർ കുടിക്കുന്നതിന് നിങ്ങൾക്ക് എന്താണ് എന്നതാണ് മന്ത്രി ചോദിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള ചർച്ചകൾ നടക്കുകയാണ്. എന്നും ഇതൊരു ഡിബേറ്റബിൾ പോയിന്റാണ്. ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ടുള്ള പല വിധത്തിലുള്ള പ്രത്യാരോപണങ്ങൾ ഉയരുകയാണ്. എന്തായാലും മദ്യം കൂടുതലായി എത്തുന്നത് വലിയ രീതിയിൽ സുരക്ഷിത മദ്യപാനം മറ്റ് രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കുമെന്ന് വാദിക്കുന്നവരുണ്ട്. അതല്ല, അതിൻ്റെ ലഭ്യത കൂടുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക എന്ന് വാദിക്കുന്നവരുണ്ട്. എന്തായാലും സർക്കാർ ഈ കാര്യത്തിൽ വളരെ ഓപ്പണായിട്ടാണ് പോകുന്നത്. 2016 മുതൽ ഇതുവരെയുള്ള നയങ്ങൾ നോക്കുകയാണെങ്കിൽ കൂടുതൽ ബാറുകൾക്ക് അനുമതി ലഭിക്കുകയും കൂടുതൽ ബാറുകൾക്ക് കൂടുതൽ നേരം പ്രവർത്തിക്കാനുള്ള ഒരു സമയം ഒരുങ്ങുകയുമാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ തത്വത്തിൽ ഇതിനോട് യോജിക്കുന്നവരാണ് പ്രതിപക്ഷം ഉൾപ്പെടെ എന്ന് സർക്കാർ ഒരു ന്യായീകരണവും പറയുകയാണ്. എന്തായാലും ഇതും ഒരു തെരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയമായി മാറുന്നതാണ്. ക്രൈസ്തവ സഭകൾ ഇതിനോട് സ്വീകരിക്കുന്ന നിലപാടിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാകുന്നത്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.